വിഭവങ്ങളാ. ഒരു മാസമായിട്ട് ആറന്മുള തങ്ങി വള്ളസദ്യ ഞണ്ണുകല്ലായിരുന്നോ? അതെ അതെ. ഒന്ന് വേഗം നടക്ക്. ആ തമ്പുരാനെ, കാവാണ് പാമ്പുണ്ട് സൂക്ഷിക്കണം. കാവാണ് പാമ്പുണ്ട് സൂക്ഷിക്കണം. എടാ പേടിത്തൊണ്ട, ഒന്നുമല്ലെങ്കിലും ഒരു പഞ്ചായത്ത് പ്രസിഡന്റായ ഞാൻ നിന്റെ കൂടെ ഇല്ലേ? പേടിക്കാതെ നടക്ക്. അടുക്കരുത് പാമ്പേ, അടുക്കരുത്. പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്, അടുക്കരുതെന്നാണ് പറഞ്ഞത്. അടുക്കരുത്. ദേ തെളിവിനായി ഐഡന്റിറ്റി കാർഡ് ഉണ്ട്, നോക്കിക്കേ. പാമ്പേ അടുക്കരുത്. നോക്കുന്നുണ്ട് പാമ്പ്, എന്നെ നോക്കുന്നില്ലടാ. നോക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്, ഞാൻ പാമ്പിനെ കാണുന്നില്ലടാ. ഹലോ ഹലോ പാമ്പേ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? അടുക്കരുത്, അടുക്കരുത് എന്നാണ് പറഞ്ഞത്. എവിടെ? ഇവിടെ അല്ല, നീ അങ്ങോട്ട് നോക്കേ. അത് ശരി, നീയാണല്ലോ എന്നെ ആട്ടിക്കൊണ്ടിരുന്നത്. എന്നെ ഒന്ന് താഴേക്ക് ഇറക്കടാ. എടന്നാളാ, കാല് താഴെ മുട്ടി യക്ഷിയാണടാ. പാവാട ഇട്ടിട്ടുണ്ടടാ. അത് ശരി, നിങ്ങളറിഞ്ഞല്ലേ? നീ മിണ്ടരുത്. നീ പറയുന്നത് കേട്ടാ കേൾക്കുന്നവര് തെറ്റിദ്ധരിക്കും. അവന്റെ ഒരു മുലപ്പെണ്ണ്. അല്ല, മുറപ്പെണ്ണും മുറച്ചെറുക്കനോട് കാവിനകത്ത് ചുറ്റിക്കളിയായിരുന്നല്ലേ? എനിക്ക് മനസ്സിലായി. എനിക്കും മനസ്സിലായി. കളി കളി ചുറ്റിക്കളി. അല്ല, പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി ഇതിനകത്ത് അക്കുത്തിക്കുത്ത് കളിക്കായിരുന്നു. നിന്റെ സ്വന്തം മുതൽ അതിനകത്ത് കുഴി കുത്തി കപ്പ നടുക്കോ, ചീര നടുക്കോ, വാഴ നടുക്കോ, എന്താന്ന് വെച്ചാ ആവരുതോ? വന്ന് ഞണ്ണിക്കോളാന്ന്. അല്ല, നിങ്ങൾ രണ്ടുപേരും കൂടി ഈ രാത്രി ഇവിടെ വന്ന് നിന്ന് ഞങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യം എന്താ? ദേ നാളെ ആറന്മുള വള്ളസദ്യ ഉണ്ടിട്ട് വരിക. പാവം പേടിച്ചിപ്പ അത് മുഴുവൻ ദഹിച്ചിട്ടുണ്ടാവും. കൊണ്ടുവന്നിട്ടുണ്ടോ? എടാ, പിന്നെ അത് അവിടെ വെച്ചിട്ട് വന്ന ഇവിടുത്തെ കാര്യം നടക്കുവോ? ആ കൊയല് വെച്ചേ എന്നെ ഒന്ന് പരിശോധിക്കണം. തീരെ വിശപ്പില്ലേ? ദൈവമേ, വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. ഒരു മാസമായിട്ട് ആറന്മുള തങ്ങി വള്ളസദ്യ ഞണ്ണുകാരുന്നു. അതിനെങ്ങനെ വിശപ്പുണ്ടാവും? കുമ്പത്തിൽ കുത്തിയോട്ട വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാനുള്ളത്. അപ്പൊ മൂലത്തിലൊന്നുമില്ലേ? പിന്നെ മൂലത്തിന് ഭയങ്കര പണിയല്ലേ? എങ്ങനെ? 2 സപ്താഹം ഒരു വലിയ വിളക്ക്. അങ്ങനെ നാളെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സദ്യ ഉണ്ടേ. 3 തരം പ്രഥമന്. തീറ്റി എന്നൊരൊറ്റ വിചാരേ ഉള്ളി നളന്. ആരായാലും ഇത് ഇത്തിരി കടുപ്പവാ. രണ്ടുപേരും കൂടി ഇവിടുന്ന് പോകുന്നതിന് ഞാൻ എന്തോ ഇത്തിരി ചോറ് തരുമോ? അല്ല, അപ്പൊ നിങ്ങളുടെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞില്ലേ? എന്തോന്ന് പരിപാടി? വില്ലടിച്ചമ്പ. നിങ്ങളിൽ ആരാ വില്ല അടിക്കുന്നത്? ഒരൊറ്റ വീക്കങ്ങോട്ട് വെച്ച് തന്നുണ്ടല്ലോ. ലോകത്ത് തിന്നുന്ന കാര്യമല്ലാതെ വേറെ എന്തെങ്കിലും പരിപാടി നിനക്കറിയാമോ? അതെ അതെ. വിളമ്പി വെക്കാനെ ഞാൻ എന്നെ തിന്നോളാം. എടാ ഹരി, ഇതിങ്ങനെ തൊട്ട് നക്കി വെള്ളം വിഴുങ്ങാണ്ട് കല്യാണം കഴിച്ചുകൂടെടാ. ഞാൻ അച്ഛനോട് പറയാൻ പോവാ, എത്രയും പെട്ടെന്ന് ഒരു ദിവസം നിശ്ചയിക്കണം. എന്നെ ഒഴിവുകൂടെ ഒന്ന് നോക്കണം. ഈ മാസം ഒഴിവുണ്ടോ? ഒഴിവുണ്ടോ എന്ന് ചോദിച്ചാ നെറ്റൂർ മരത്തിലൊരു ചോറോട് തിങ്കളാഴ്ച ബഹുകേവൻ സദ്യ. കേശവൻ നമ്പൂരിയ പാചകം. 4 തരം പായസം ഉണപ്പ. അല്ല, അവിടെ ക്ഷണമുണ്ടോ? ഇല്ല, ക്ഷണിച്ചില്ലെങ്കിലും ചെയ്യില്ലല്ലോ, അവർക്കറിയാം. അവിടെ ഒരു 4 ദിവസം. 4 ദിവസോ? പിന്നെ എല്ലാം ഒന്ന് തിന്ന് തീർക്കണ്ടേ? ഞാനല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? അവിടെ നേരെ കോവിലകം. അവിടെ എന്താ പരിപാടി? ഒരു തരണ്ട കല്യാണം. 2 ദിവസം അവിടെ അങ്ങനെ അങ്ങ് പോവും. അവിടെ ക്ഷണമുണ്ടോ? ഇല്ല, ക്ഷണിക്കാതിരുന്ന അവിടെ മര്യാദ കേട്. ക്ഷണിച്ചില്ലെങ്കിലും ചെല്ലേണ്ടത് നമ്മുടെ മര്യാദ. പിന്നെ പെരുവരുത്തപ്പന് 9 ദിവസം അവിടെ അങ്ങനെ അങ്ങ് പോവും. സദ്യ സ്പോൺസർ ചെയ്തിരിക്കുന്നത് വലിയ ബിസിനസ്സുകാരാ. സദ്യ കുശാലായിരിക്കും. എല്ലാ വർഷവും അങ്ങനെ തന്നെയാ. ഇപ്രാവശ്യം അങ്ങനെ തന്നെ ആയിരിക്കണേ എന്റെ പെരുമാറത്തപ്പാ. എന്റെ ഹരി, ഈ നളൻ അവിടെ എവിടെയൊക്കെ നടന്ന് ഊട്ടിലുണ്ട് നടക്കുക. നല്ല കുടുംബത്ത് നായ ജനിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. നളനും ജനിക്കുമെന്ന് ഇപ്പോഴാ അറിഞ്ഞത്. അതെ, ഇങ്ങോട്ട് മാറി. അത്താഴത്തിന് എന്തൊക്കെയാ വിഭവങ്ങള്? അങ്ങോട്ടല്ലേ പോകുന്നത്? ഒന്ന് അടങ്ങുന്നളാ. എന്നായാലും വള്ളസരത്ത് അത്രയും കേമാവില്ല.
ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഈ പ്രദേശത്തെ ഒരുപാട് വീട്ടുകാർ ആഹാരത്തിന് ക്ഷണിച്ചതാണ്. പക്ഷേ തിരുവോണത്തിന് അത്താഴ ഇല്ലത്തുനിന്ന് അത് തിരിച്ചറിവായ കാലം തൊട്ടുള്ള ശീല. എന്നാ പിന്നെ നടക്കടാ. വേഗം വാടാ. കാലൂരാൻ പറ്റുന്നില്ല. അയ്യോ ചോറ് തീരുവോ എന്നോ കാലല്ലോ. അയ്യോ ഇനിയിപ്പോ സദ്യ മുടങ്ങിട്ടില്ല. ഓണത്തില് മൂഞ്ഞാല്. ഇയാൾ ഇവിടെ വന്നിരിക്കുക. വല്യമ്മാവ വന്നിരിക്കണു. ചെങ്ങാരപ്പള്ളി ഇല്ലത്തുന്നേ. ഇയാളെ തിരക്കണം. വല്യമ്മാവൻ എന്തിനാ ഈ തിരുവോണ സദ്യക്ക് നമ്മുടെ ഇല്ലത്ത്? നീണ്ട 30 വർഷത്തിന് ശേഷമുള്ള വരവാ. ചീഫ് സെക്രട്ടറിയായി പിരിഞ്ഞയാളാ ചെങ്ങാരപ്പള്ളിയിലെ നാരായണം പോറ്റി. ആരെ പോറ്റി? നാരായണം പോറ്റിയെ അറിയോ? ആ ഓണമല്ലേ വല്ല തിന്നാൻ കൊണ്ട് വന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്നത്തിന്റെ പോറ്റി? ഈശ്വര, അദ്ദേഹം വന്നൂലോ, നന്നായി. മക്കള് വാ. ആ പോറ്റി എങ്കിൽ പോറ്റി. നമുക്ക് അവിടെ പോയി പോട്ടെ. അന്ന് അമ്മാവൻ വന്നത് എനിക്കൊരു കല്യാണ ആലോചനയുമായാണ്. അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവിൻ്റെ ഒരു ബന്ധു, ഒരു ഡോക്ടർ കുട്ടി. പക്ഷേ ശ്രീബാലയെ അല്ലാതെ മറ്റൊരു വീളിക്ക് ഞാൻ തയ്യാറല്ല എന്ന് തുറന്നു പറഞ്ഞ് അമ്മാവനെ ഞാൻ മടക്കി അയച്ചു. എൻ്റെ ഉറച്ച തീരുമാനത്തെ അച്ഛനും ശരിവെച്ചു. കാരണം അവരുടെ എല്ലാം മനസ്സിൽ ശ്രീബാല എൻ്റെ വേളിയാണെന്ന് പണ്ട് എപ്പോഴോ തന്നെ തീരുമാനിച്ചിരുന്നു. അങ്ങനെ വലിയമ്മാവനെ ധിക്കരിച്ച് അച്ഛൻ ഞങ്ങളുടെ വിവാഹത്തിൻ്റെ ദിവസം കുറിപ്പിച്ചു. ഇതറിഞ്ഞ വലിയമ്മാവൻ ബന്ധുക്കളെയെല്ലാം കല്യാണത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കി. ഒടുവിൽ ഞാനും ശ്രീബാലയും ആറ്റുനോറ്റിരുന്ന ആ ദിവസം എത്തി, ഞങ്ങളുടെ കല്യാണ ദിവസം. സർവമംഗളമാംഗല്യേ ശ്രീബാല എന്താ? ശ്രീബാല എന്താണ്? ശ്രീബാല വിജനേ പാദമഹരി വിപിനേ നീ ഉണർന്നു ഇന്ദുവദനേ നീ എന്തു ചെയ്വു കദനേ ഇന്ദുവദനേ നീ എന്തു ചെയ്വു കദനേ അവനെ ചെന്നായോ ബന്ധുഭവനേ ചെന്നായോ വീരു തലയിലെ ഞരമ്പ് പൊട്ടി എൻ്റെ പെണ്ണ് വിവാഹമണ്ഡപത്തിൽ വീണു മരിച്ചു. സന്തോഷം താങ്ങാൻ വയ്യാഞ്ഞിട്ടോ, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത് ഈശ്വര ഇഷ്ടമില്ലാഞ്ഞിട്ടോ എന്തോ എനിക്കറിയില്ല.
ആരാണ് ആ പ്രണയത്തെ കണ്ണുവെച്ച് ശപിച്ചതെന്ന്. വൈദ്യശാസ്ത്രത്തിനോ മനുഷ്യബുദ്ധിക്കോ നിശ്ചയിക്കാൻ കഴിയാത്ത ദുരന്തം. തലച്ചോറിലേക്കുള്ള രക്തക്കുഴൽ പൊട്ടിയതാണ് മരണകാരണമെന്ന് മെഡിക്കൽ റിപ്പോർട്ട്. നവവധുവിൻ്റെ വേഷത്തിൽ തന്നെ അവളെ ചിതയിലേക്കെടുത്തു. ആചാരങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് ആ ചിതയ്ക്ക് ഞാൻ തന്നെ തീ കൊളുത്തി. എന്തു ചെയ്യൂ കഥനേ ഇന്ദുവദനേ എന്തു ചെയ്യൂ കഥനേ. ആ ചിത ഇനിയും ഈ നെഞ്ചിൽ എരിഞ്ഞമർന്നിട്ടില്ല. എന്റെ കണ്ണുകളിലേക്ക് നോക്ക്, ശ്രദ്ധിച്ച്. ശ്രീബാലയെ കാണുന്നില്ലേ? ജീവിച്ചു കൊതി തീരാത്ത ഒരു ആത്മാവ് എന്നോടൊപ്പം ചെങ്ങാത്തം കൂടിയേക്കുവാ. What do you mean? വിശ്വസിക്കുമെങ്കിൽ എനിക്ക് ശ്രീബാലയാകാൻ കഴിയും. No! അതിനേക്കാളൊക്കെ ഏറെ എനിക്കിഷ്ടമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചാബല്യമല്ല, ഒരു നിയോഗം. എനിക്ക് എത്ര വയസ്സുണ്ടെന്ന് എനിക്കറിയാവും. എനിക്ക് കല്യാണം കഴിക്കാൻ തോന്നുന്ന പ്രായം. പ്രേമമെന്നും പ്രണയമെന്നുമുള്ള കൊച്ചു വാക്കുകൾ നമുക്കിടയിൽ ഉപയോഗിക്കരുത്. ഇതൊരു നിയോഗമാണ്. ജീവിതത്തെ പറ്റിയാണ് നീ സംസാരിക്കുന്നത്. എനിക്കതിനുള്ള വിവേകവും വിദ്യാഭ്യാസവും ഇല്ലെന്ന് തോന്നുന്നുണ്ടോ? ഒരുപക്ഷെ ദൈവമേൽപ്പിക്കുന്ന ഒരു ദൗത്യമാണിതെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിർവഹിക്കേണ്ട ദൗത്യം. ആതുര ശുശ്രൂഷ രംഗത്ത് എൻ്റെ ആശയങ്ങളോട് പൊരുത്തപ്പെടുന്ന ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കൂട്ടായി സ്വീകരിച്ചു. നോ, സാധിക്കില്ല. എന്തുകൊണ്ട്? ശ്രീബാലയെ മറക്കാൻ കഴിയില്ലെങ്കിൽ ഞാൻ പ്രഗതിയല്ല, ശ്രീബാലയ. എന്നെയല്ല സ്വീകരിക്കേണ്ടത്. ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാരുണ്യത്തിൻ്റെ കർമ്മവീഥിയാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അതല്ല ഒരു കച്ചവട സ്ഥാപനമായി അധപ്പതിക്കാനാണ് ആഗ്രഹമെങ്കിൽ, എന്നെ തനിച്ചക്കിപ്പൊക്കൂ. പ്രഗതി, ഈ ചങ്കിലെ ചിതയണയണമെങ്കിൽ ഞാൻ ഈ നെഞ്ചിൽ മുഖം ചേർക്കണം.